ഗായ്സ്, ഞാൻ എൻ്റെ ക്രിസ്മസ് വെക്കേഷൻ ആഘോഷിക്കാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിലൊരു പറമ്പാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളുള്ള ഒരു മനോഹരമായൊരു പറമ്പാണ് കേട്ടോ. ഇത് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു മയിലിനെ കണ്ടു. ആ മയിൽ ഞങ്ങളുടെ ശബ്ദം കേട്ടിട്ട് പറന്നു പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല ഭംഗിയില്ലേ അത് പറന്നു പോകുന്നത് കാണാൻ. ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നൊരു പ്രത്യേക വൈബാണ്. നല്ല മനോഹരമായ എത്ര നല്ല സ്ഥലങ്ങളാണ് ഇവിടെ എന്നറിയോ. ചെറയിലാണ് കേട്ടോ. അത് നല്ലൊരു ഭംഗിയുള്ള ഇതാണ് കേട്ടോ. പണ്ടിത് നന്നായിട്ട് ഒഴുകി നടന്നിരുന്നൊരു ചെറയാണ്. ഇപ്പൊ അത് കെട്ടിയൊരു ജലസംഭരണി പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇവര്. അമ്മ ഇവിടെ തിരുമാനൊക്കെ വന്നിട്ടുണ്ട് ചെറുപ്പത്തിലെന്ന് പറഞ്ഞു കേട്ടോ. അമ്മയും എൻ്റെ വല്യമ്മമാരും അമ്മമ്മയും ഒക്കെ ഇവിടെ തിരുമാൻ വരും. നല്ല ഒഴുക്കുള്ള വെള്ളമല്ലേ, അപ്പോൾ ഇവിടെ തിരുമാൻ വരും. ഇപ്പൊ അത് കെട്ടി നല്ല മനോഹരാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ചെറയിൽ വെള്ളം കുറഞ്ഞു പോയതാണ് കേട്ടോ. മഴയൊക്കെ പെയ്യുമ്പോൾ മഴക്കാലത്ത് ഈ ചിറ നിറച്ച് നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. മഴക്കാലത്ത് ഇവിടെ നിറച്ചും വെള്ളമായിരിക്കും കേട്ടോ. അപ്പുറത്തെ റോഡാണ്. ഈ റോഡിനോട് താഴ്ന്ന ഈ പ്രദേശം മൊത്തം മഴക്കാലത്ത് വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കും കേട്ടോ. ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം വറ്റിപ്പോയതാണ്. ഇവിടെ മാത്രമേ ഇപ്പോൾ വെള്ളമുള്ളൂ. വളരെ മനോഹരമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രദേശമാണ്. ഇനി എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും മനോഹരമാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ കണ്ട ജലസംഭരണി ഇതിലൂടെ കയറി പോയിട്ടാണ് ആ ജലസംഭരണി ഉള്ളത് കേട്ടോ. ഇവിടെ മഴക്കാലത്ത് ഇവിടെയൊക്കെ വെള്ളം ഒഴുകും കേട്ടോ. അങ്ങോട്ടൊരു കിണറുണ്ട്. നല്ല മനോഹരമാണ് കേട്ടോ ഈ പ്രദേശം. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രദേശമാണ്. നല്ല രസമാണ് കേട്ടോ. ഈ താഴ്ന്ന ഭാഗത്ത് മഴ സമയത്ത് നല്ല വെള്ളം ഉണ്ടാവും. വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വെള്ളം വറ്റിപ്പോയി വരണ്ടുണങ്ങി നിൽക്കുകയാണ് കേട്ടോ. വെള്ളം ഇവിടെയൊക്കെ നിറഞ്ഞു കിട്ടും മഴക്കാലത്ത്. അപ്പം നല്ല ഭംഗിയാണ് കാണാൻ. മഴക്കാലത്ത് ഇവിടെ വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ അമ്മയൊക്കെ ചെറുതായിരുന്നു. ഇപ്പോൾ എൻ്റെ അമ്മയും വലിയമാരൊക്കെ ഇവിടെയാണ് കേട്ടോ നീന്തൽ പഠിക്കാൻ വന്നിരുന്നത്. നല്ല ഭംഗിയല്ലേ ഇവിടെ കാണാൻ. വാ ഒരു സാധനം കാണിച്ചു തരാം. ഒരു നല്ല മനോഹരമായിട്ടുള്ള തൂവലാണ് കേട്ടോ. ഇത് പെൺമയിലിൻ്റെ തൂവലാണെന്ന് തോന്നുന്നു. ഇത് ശരിയായിട്ട് അറിയില്ല. ഇത് എന്തിൻ്റെ തൂവലാന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ തൂവൽ കാണാൻ. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഇവിടുന്ന് വീണ് കിട്ടിയതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ആരോ ഉപേക്ഷിച്ച് പോയ ഒരു പാത്രവും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറൊരു സംഭവം കൂടെ പറയാം. ഇവിടെ വെള്ളം ഉണ്ടായ സമയത്ത് ഇത് അവർ തിരുമ്പിക്കൊണ്ടിരുന്ന കല്ലുകളാണ് കേട്ടോ. നല്ല പാറകൾ പോലെ നമുക്ക് ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. തിരുമ്പിക്കൊണ്ടിരുന്ന രണ്ട് കല്ലുകളുണ്ട്. എൻ്റെ അമ്മയൊക്കെ ഇവിടെ തിരുമ്പിയിട്ടുണ്ട് കേട്ടോ. ഇതൊരുപാട് വർഷത്തെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാറയ്ക്ക് നല്ല സ്ട്രോങ് ആണ്. വേറൊരു സാധനം കാണിച്ചത് നോക്കടോ. നല്ല പഞ്ഞി കട്ട പോലെയുള്ള ഒരു തൂവല്. എന്തിൻ്റെ തൂവലാന്ന് എനിക്ക് വലിയ പിടിയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ തൂവല് കാണാൻ. ഈ റോഡിന് ഇത്ര ഹൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ വെള്ളം ഇതിലൂടെയാണ് ഒഴുകിപ്പോയിരുന്നത് കേട്ടോ. ഒഴുകിപ്പോയ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം. ഇതാണ് വെള്ളം ഒഴുകിപ്പോയ സ്ഥലം. ഇപ്പോൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വെള്ളം ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ അടിയിലൊരു പാലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വൈബ് തന്നെ കേട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. ഒരു കാര്യം കൂടി കാണിച്ചു തരാം. 2010-11 ബഹുമാനപ്പെട്ട ചേലക്കര MLA CK രാധാകൃഷ്ണന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ പണി പൂർത്തീകരിച്ച മേലൂട്ടുമുക്ക് കുടിവെള്ള പദ്ധതിയിലെ ഒരു പമ്പ് സെറ്റാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഇത് നല്ല കാടുമൂടി കിടക്കുകയായിരുന്നു. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി, ഈ ബോർഡ് കാണാൻ വേണ്ടി ഞാനും അമ്മയാണ് ഈ കാടൊക്കെ സൈഡിലോട്ട് മാറ്റിയത്.
ഇത് ആർക്കും അത്ര ഉപയോഗമൊന്നുമില്ല ഈ പദ്ധതി. 2010-11 ഇത് ഈ പ്രദേശത്ത് ഒരുപാട് പേർക്ക് വെള്ളം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആയി വെള്ളമൊക്കെ അടിച്ച് വെള്ളം അടിക്കാതെ ഇത് ഉപയോഗശൂന്യമായി കെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ആർക്കും ഒരു ഉപയോഗമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ നിൽക്കുന്നു എന്നല്ലാതെ വേറെ ഉപയോഗമൊന്നുമില്ല. ജലസംഭരണിയിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് വെള്ളം എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്. ആ ടാങ്ക് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ മൊത്തം ഒരു റബ്ബർ തോട്ടാണ്. നമ്മളിപ്പോൾ കണ്ട ചെറിയുടെ അടുത്തും റബ്ബർ തോട്ടായിരുന്നു. അവരതൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഇവിടെ നമ്മളിപ്പോൾ നട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ചെറിയുടെ അടുത്ത് ഇപ്പോൾ ഒന്നും കൃഷി ചെയ്യുന്നില്ല കേട്ടോ. ചെറിയെന്ന് വെള്ളം അടിച്ചിട്ട് വരുന്ന ടാങ്ക് ഇതാണ് കേട്ടോ. ഇതിൽ നിന്നാണ് ഇവിടെ എല്ലാവർക്കും വെള്ളം വിതരണം ചെയ്ത് കൊടുക്കുന്നത്. ഇത് 10,000 ലിറ്ററിന്റെ ടാങ്ക് ആണ് കേട്ടോ. അടുത്ത വീഡിയോ കാണാനായിരിക്കും. ബൈ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.